Hi there, welcome again to English Wow. My name is Nishad. ഇംഗ്ലീഷിൽ ഒരുപാട് തരത്തിലുള്ള നെഗറ്റീവ് സെൻറ്റൻസുകളുണ്ട്. നമ്മൾ നോട്ട് ചേർത്തിട്ട് അല്ല, ഇല്ല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്ന ഓരോ സെൻറ്റൻസുകൾക്കും ഓരോ തരത്തിലുള്ള മീനിങ്ങുകളും ഓരോ കോണ്ടെക്സ്റ്റുകളിലാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തമ്മിലുള്ള നല്ല വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ സെൻറ്റൻസുകളും എന്താണ്, അത് ഏത് സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കണം എന്നുള്ളതാണ് വൺ ബൈ വൺ ആയിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ സെൻറ്റൻസുകളിലേക്ക് പോകാം. ഒന്നാമത്തെ ഒരു സെൻറ്റൻസ്, ഐ ഡോണ്ട് ഗോ. ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണല്ലോ. ഐ ഡോണ്ട് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോകാറില്ല എന്നാണ് അർത്ഥം. ഞാൻ പോകാറില്ല. ഐ ഡോണ്ട് ഗോ എന്നുള്ളൊരു സെൻറ്റൻസ് ഞാൻ ഇപ്പോൾ പോകുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ പല ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ശരിക്കും ഐ ഡോണ്ട് നോ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് വരുന്നത് ഞാൻ പോകാറില്ല എന്നുള്ളതാണ്. പോകാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിവായിട്ട് പോകാറില്ല, സാധാരണ അങ്ങനെ പോകുന്ന സ്വഭാവമല്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഐ ഡോണ്ട് ഗോ എന്ന് പറയാം. ഐ ഡോണ്ട് ഗോ ദെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ പോകാറില്ല. എപ്പോൾ പോകാറില്ല? സാധാരണ പോകുന്ന സ്വഭാവമല്ല. അങ്ങനെ പോകുന്നൊരു ഹാബിറ്റ് ഇല്ലെങ്കിൽ, പതിവായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് പറയുക, ഐ ഡോണ്ട് ഗോ എന്ന് പറയാം. ഐ ഡോണ്ട് ഗോ, അതല്ലെങ്കിൽ ഹീ ഡസിൻ ഗോ, ഇങ്ങനെയൊക്കെ പറയുന്ന സംഗതി ഡോണ്ട് വെച്ച് നമ്മൾ അല്ലെങ്കിൽ ഡസിൻ്റെ വെച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ആയിരിക്കും. അങ്ങനെ ചെയ്യുന്നൊരു സ്വഭാവമല്ല എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, സോ ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പോകുന്നില്ല എന്നുള്ളതല്ല, ഞാൻ പോകാറില്ല എന്നുള്ളതാണ്. ഞാൻ പോകുന്ന സ്വഭാവം എനിക്കില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ സെൻറ്റൻസ്, ഐ ഡോണ്ട് ഹാവ് ടു ഗോ. വാട്ട് ഈസ് ഇറ്റ്? ഐ ഡോണ്ട് ഹാവ് ടു ഗോ. എന്താണ് ഐ ഡോണ്ട് ഹാവ് ടു ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ? ഐ ഡോണ്ട് ഹാവ് ടു ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പോകേണ്ട കാര്യമില്ല, പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ പോകുന്നില്ല എന്ന് പറയുന്നതും പോകേണ്ട കാര്യമില്ല എന്ന് പറയുന്നതും രണ്ടല്ലേ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, നിനക്ക് അവിടെ പോകേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതായത് ഏതെങ്കിലും ഒരു സന്ദർഭത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിനക്ക് അങ്ങോട്ട് പോകേണ്ടതുണ്ടോ അല്ലെങ്കിൽ നിനക്ക് അവിടെ പോകണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനൊരു ആൻസർ കൊടുക്കുകയാണ്, ഐ ഡോണ്ട് ഹാവ് ടു ഗോ. എനിക്ക് പോകേണ്ടതില്ല, അത് പോകേണ്ട ആവശ്യമില്ല എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അവിടെ ഐ ഡോണ്ട് ഹാവ് ടു ഗോ എന്നാണ് പറയുക, ഐ ഡോണ്ട് ഹാവ് ടു ഗോ. സോ ഒന്നാമത് നമ്മൾ പറഞ്ഞത് ഐ ഡോണ്ട് ഗോ, ഞാൻ പോകാറില്ല. രണ്ടാമത് പറഞ്ഞത് എന്താണ്, ഐ ഡോണ്ട് ഹാവ് ടു ഗോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോകേണ്ടതില്ല, പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അടുത്തത്, ഐ ഡിഡിൻ ഗോ. ഐ ഡിഡിൻ ഗോ എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് ഗോ എന്ന് പറഞ്ഞതിൻ്റെ പാസ്റ്റാണ്. ഐ ഡോണ്ട് ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോകാറില്ല എന്നുള്ളതാണ്. ഐ ഡിഡിൻ ഗോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ പോയില്ല. എപ്പോൾ പോയില്ല? മുൻപേ പോയില്ല. അപ്പോൾ പാസ്റ്റിൽ പോയില്ല എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഐ ഡിഡിൻ ഗോ എന്നാ പറയാം. മനസ്സിലായോ? ഒന്നാമത് പറഞ്ഞ ഐ ഡോണ്ട് ഗോ, ഞാൻ പോകാറില്ല, പോകുന്ന സ്വഭാവമല്ല. രണ്ടാമത് പറഞ്ഞ എന്താണ്, ഐ ഡോണ്ട് ഹാവ് ടു ഗോ, പോകേണ്ടതില്ല, എനിക്ക് പോകേണ്ടതില്ല. മൂന്നാമത്തേത് എന്താ പറഞ്ഞത്, ഐ ഡിഡിൻ ഗോ. ഐ ഡിഡിൻ ഗോ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് വരിക, ഞാൻ പോയില്ല. എപ്പോൾ പോയില്ല? പാസ്റ്റിൽ പോയില്ല. അപ്പോൾ ഈ സെൻറ്റൻസ് എന്താണ്, ഒരു പാസ്റ്റ് സെൻറ്റൻസ് ആണ്. ഞാൻ പോയില്ല, പോയിരുന്നില്ല എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത്, ഐ ഡിഡിൻ ഹാവ് ടു ഗോ. നമ്മൾ പ്രസൻറ്റിൽ ഐ ഡോണ്ട് ഹാവ് ടു ഗോ എന്ന് പറഞ്ഞില്ലേ, എനിക്ക് പോകേണ്ടതില്ല എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ നേരെ പാസ്റ്റ്. എന്താ അതിൻ്റെ നേരെ പാസ്റ്റ്? ഐ ഡിഡിൻ ഹാവ് ടു ഗോ. ഐ ഡിഡിൻ ഹാവ് ടു ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ് വരിക, എനിക്ക് പോകേണ്ടതില്ലായിരുന്നു, എനിക്ക് പോകേണ്ടതില്ലായിരുന്നു. നീ അവിടെ പോയിരുന്നോ എന്ന് നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്. അപ്പോൾ നീ ആ ഒരു കല്യാണത്തിന് പോയിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണെന്ന് കരുതും. അപ്പോൾ ഐ ഡിഡിൻ ഹാവ് ടു ഗോ, എനിക്ക് പോകേണ്ടതില്ലായിരുന്നു. അല്ലെങ്കിൽ നീ ആ പരിപാടിക്ക് പോയിരുന്നോ? അപ്പോൾ നിങ്ങൾ അതിന് പറയുകയാണത് ഐ ഡിഡിൻ ഹാവ് ടു ഗോ, എനിക്ക് പോകേണ്ടതില്ലായിരുന്നു. യു അണ്ടർസ്റ്റാൻഡ്? സോ ഐ സെഡ് 4 സെൻറ്റൻസസ്. ഏതൊക്കെയാണത്? ഐ ഡോണ്ട് ഗോ, ഞാൻ പോകാറില്ല. ഐ ഡോണ്ട് ഹാവ് ടു ഗോ, എനിക്ക് പോകേണ്ടതില്ല. ഐ ഡിഡിൻ ഗോ, ഞാൻ പോയില്ല. ഐ ഡിഡിൻ ഹാവ് ടു ഗോ, എനിക്ക് പോകേണ്ടതില്ലായിരുന്നു. അടുത്ത സെൻറ്റൻസ് നോക്കാം. സിംപ്ലി, ഐ എം നോട്ട് ഗോയിങ്. ഐ എം നോട്ട് ഗോയിങ്. ഐ എം നോട്ട് ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഞാൻ പോകുന്നില്ല എന്നാണ്. ഞാൻ പോകുന്നില്ല. അത് നിങ്ങൾ ഇപ്പോൾ പോകുന്നില്ല എന്ന് പറയുമ്പോഴാണ്. നീ പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ ഒരാളോട് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറയണം ഐ എം നോട്ട് ഗോയിങ്. ഐ എം നോട്ട് ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ പോകുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ പോകുന്നില്ല. അപ്പോൾ ആ സന്ദർഭത്തിൽ പല ആളുകളും ഐ ഡോണ്ട് ഗോ എന്ന് പറയാം. അങ്ങനെയല്ല പറയാം, ഐ എം നോട്ട് ഗോയിങ് എന്നാണ് പറയാം.
ഐ ആം നോട്ട് ഗോയിങ്. കാരണം അത് ആ ഒരു സമയത്ത് പ്രസൻറ്റിൽ നിങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്, ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ശരിക്കും അത്. സോ ഐ ആം നോട്ട് ഗോയിങ്. അപ്പോൾ ഞാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഞാൻ വരുന്നില്ല, ഐ എം നോട്ട് കമ്മിങ്, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, അപ്പോഴാണ് ആ ഒരു സെൻറ്റൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫ്യൂച്ചറിൽ വളരെ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നാളെ വരുന്നില്ല, അപ്പോൾ ഐ എം നോട്ട് കമ്മിങ്, ഐ എം നോട്ട് കമ്മിങ് ടുമോറോ. അല്ലെങ്കിൽ ഞാൻ നാളെ പോകുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് ഐ എം നോട്ട് ഗോയിങ് ടുമോറോ. അവിടെ നിങ്ങൾ ഐ ഡോണ്ട് ഗോ ടുമോറോ എന്നല്ല, ഐ എം നോട്ട് ഗോയിങ് ടുമോറോ. ആ ഒരു രീതിയിലാണ് നമ്മൾ ആ സെൻറ്റൻസ് ഉപയോഗിക്കുക. ഐ എം നോട്ട് ഗോയിങ് ടുമോറോ, അല്ലെങ്കിൽ ഐ എം നോട്ട് കമ്മിങ് ടുമോറോ, ഐ എം നോട്ട് ഡൂയിങ് ഇറ്റ്, ഐ എം നോട്ട് പ്ലേയിങ് ടുമോറോ, ഇങ്ങനെയൊക്കെ. അപ്പോൾ ഐ എം നോട്ട് ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പോകുന്നില്ല എന്നുള്ളതാണ്. അത് പ്രസൻറ്റിൽ നമ്മൾ പറയുന്ന ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ മാത്രം നമ്മൾ പറയുന്ന ഒരു കാര്യമാണെന്ത്, ഐ എം നോട്ട് ഗോയിങ് എന്നുള്ളത്. സാധാരണ പോകുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് ഗോ എന്നാണ് പറയുക. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്തത് ഐ വാസ് നോട്ട് ഗോയിങ്. ഐ വാസ് നോട്ട് ഗോയിങ്. ഐ വാസ് നോട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ വാസ് നോട്ട് ഗോയിങ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരാൾ നിങ്ങളെ ഇപ്പോൾ കാണുകയാണ്. ഇപ്പോൾ കണ്ട സമയത്ത് അയാൾ നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ നിന്നെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടിരുന്നു, നീ എങ്ങോട്ടെങ്കിലും പോവുകയായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പറയണം, നോ ഐ വാസ് നോട്ട് ഗോയിങ് എനിവെയർ, ഞാൻ എങ്ങോട്ടും പോവുകയായിരുന്നില്ല, ഐ വാസ് നോട്ട് ഗോയിങ്. കണ്ടോ? അപ്പോൾ അത് പാസ്റ്റിൽ അങ്ങനെ അല്ലായിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് എന്ത് പറയുന്നത്, ഐ വാസ് നോട്ട് ഗോയിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ ഐ ആം നോട്ട് ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പോകുന്നില്ല എന്നുള്ള അർത്ഥത്തിലും, ഐ വാസ് നോട്ട് ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാസ്റ്റിൽ പോവുകയല്ലായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഐ വോണ്ട് ഗോ. ഐ വോണ്ട് ഗോ, വാട്ട് ഡസ് ഇറ്റ് മീൻ? ഐ വോണ്ട് ഗോ. ഐ വോണ്ട് ഗോ എന്നുള്ളത് ഐ വിൽ നോട്ട് ഗോ എന്നുള്ളതിൻ്റെ, ആ വിൽ നോട്ട് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ് വോണ്ട്. സോ ഐ വോണ്ട് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകുന്നില്ല എന്നുള്ള മീനിങ്ങിൽ. എന്താണ് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ? ഫ്യൂച്ചറിൽ പോകുന്നില്ല. ഐ വോണ്ട് ഗോ ടുമോറോ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നാളെ പോകുന്നില്ല. ഐ വോണ്ട് ഗോ ടുമോറോ. ഐ വോണ്ട് കോൾ ഹിം, ഞാൻ അവനെ വിളിക്കുന്നില്ല. ഇത് ഫ്യൂച്ചറിൽ ഇനി നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോഴാണ് നമ്മൾ വോണ്ട് എന്ന് പറയാം. ഓക്കെ, ഐ വോണ്ട് ഇൻവൈറ്റ് അല്ലെങ്കിൽ ഐ വോണ്ട് ടു ഡു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. എപ്പോൾ ചെയ്യുന്നില്ല? ഫ്യൂച്ചറിൽ ചെയ്യുന്നില്ല. ഗ്രാമർ ലൈന് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്നാണ് പറയാം. സോ ഐ വോണ്ട് ഗോ. അടുത്തത് ഐ കാൺട്ട് എന്നുള്ളതാണ്. ഐ കാൺട്ട് ഗോ. ഐ കാൺട്ട് ഗോ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് പോകാൻ കഴിയില്ല. പ്രസൻറ്റിൽ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു പ്രാപ്തി, കഴിയുക എന്ന് പറയുന്ന ഒരു പ്രാപ്തിനെ കുറിച്ചിട്ടും കൂടിയാണ് അവിടെ പറയുന്നത്. ഐ കാൺട്ട് ഗോ എന്ന് പറഞ്ഞാൽ എനിക്ക് പോകാൻ കഴിയില്ല. ഐ ഡോണ്ട് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകില്ല എന്നുള്ള പോകുന്ന സ്വഭാവമല്ല എന്നുള്ള അർത്ഥത്തിലാണ്. ഐ കാൺട്ട് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ കഴിയില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഐ കാൺട്ട് ഗോ. ഇനി ഇതിൻ്റെ നേരെ പാസ്റ്റാണ് എന്ത്? ഐ കുഡ് നോട്ട് ഗോ. ഐ കുഡ് നോട്ട് ഗോ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. പാസ്റ്റിലാണത്. ഓക്കെ, പാസ്റ്റിൽ, അതായത് ഐ കുഡ് നോട്ട് ഗോ ദെയർ, എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഐ കനോട്ട് ഗോ ദെയർ. കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഐ കുഡ് നോട്ട് ഗോ ദെയർ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഐ മെ നോട്ട് ഗോ. ഐ മെ നോട്ട് ഗോ. ഐ മെ നോട്ട് ഗോ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനൊരു പക്ഷേ പോവില്ല എന്നുള്ള അർത്ഥത്തിൽ, നമുക്ക് ഉറപ്പില്ല. അപ്പോൾ നമ്മളൊരു മേ വെച്ച് പറയുന്ന സെൻറ്റൻസുകളൊക്കെ ഏകദേശം ആ രൂപത്തിലുള്ളതായിരിക്കും. സോ ഐ മേ നോട്ട് ഗോ, ഞാൻ പോവില്ലായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പോവില്ല, ഒരു പക്ഷേ ഞാൻ പോവില്ല എന്നുള്ള അർത്ഥത്തിലാണ് എന്ത്? ഐ മെ നോട്ട് ഗോ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ 10 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത് പറഞ്ഞത് എന്താണ്? ഐ ഡോണ്ട് ഗോ, ഞാൻ പോവാറില്ല എന്നുള്ള അർത്ഥത്തിൽ. രണ്ടാമത്തത് ഐ ഡോണ്ട് ഹാവ് ടു ഗോ, എനിക്ക് പോകേണ്ടതില്ല എന്നുള്ള അർത്ഥത്തിൽ. മൂന്നാമത് പറഞ്ഞത് ഐ ഡിഡിൻ ഗോ എന്നുള്ളതാണ്. ഐ ഡിഡിൻ ഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പോയില്ല. നാലാമത് പറഞ്ഞത് ഐ ഡിഡിൻ ഹാവ് ടു ഗോ, എനിക്ക് പോകേണ്ടതില്ലായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ. അഞ്ചാമത് പറഞ്ഞത് ഐ എം നോട്ട് ഗോയിങ്, ഞാൻ പോകുന്നില്ല, ഇപ്പോൾ പോകുന്നില്ല. അടുത്തത് ഐ വാസ് നോട്ട് ഗോയിങ്, ഞാൻ പോവുകയല്ലായിരുന്നു, പാസ്റ്റിൽ ഐ വാസ് നോട്ട് ഗോയിങ്. അടുത്തത് പറഞ്ഞത് ഐ വോണ്ട് ഗോ. ഐ വോണ്ട് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ പോകുന്നില്ല. ഐ വോണ്ട് ഗോ, ഐ വിൽ നോട്ട് ഗോ. അടുത്തത് ഐ കോൺട്ട് ഗോ, എനിക്ക് പോകാൻ കഴിയില്ല, ഇപ്പോൾ കഴിയില്ല, പ്രസൻറ്റിൽ കഴിയില്ല. ആ പ്രാപ്തിയെക്കുറിച്ച് പറയുമ്പോൾ ഐ കുഡ് നോട്ട് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല, പാസ്റ്റിൽ കഴിഞ്ഞില്ല. ഐ കുഡ് നോട്ട് ഗോ. ആൻഡ് ദ ഫൈനൽ വൺ ഐ മെ നോട്ട് ഗോ. ഐ മെ നോട്ട് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു പക്ഷേ പോകാൻ കഴിയില്ല. ദാറ്റ്സ് ഓൾ. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് സെഷൻ. പ്രാക്ടീസ് ഈസ് ദി ഓൺലി വേ ഫോർ പെർഫെക്ഷൻ. ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ, നന്നായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സംസാരിച്ചിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലുള്ള സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളെ നന്നായിട്ട് ഫ്ലുവൻ്റായി സംസാരിക്കാൻ പരിശീലിപ്പിക്കുന്ന രീതിയിലുള്ള കോഴ്സുകൾ നമുക്കിവിടെ ഇംഗ്ലീഷ് വാവിലുണ്ട്. നിങ്ങളുടെ ലെവലിനനുസരിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളുണ്ട്. നിങ്ങൾ
ഏത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്റ്റ് ചെയ്യാം. I'll see you soon with another good topic. Till then, bye bye.